എന്തോ ദുരൂഹമായ അപകടകരമായ എന്തോ സാഹചര്യത്തിലേക്ക് ബ്രാൻഡൻ പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറേ തിയറീസും ഫോം ചെയ്തിട്ടുണ്ട്. ബ്രാൻഡൻ കാണാതായപ്പെട്ടതിനെ തുടർന്ന് ദീർഘമായിട്ടുള്ള ഒരു സെർച്ച് അവിടെ നടന്നിട്ടുണ്ട്. പല രീതിയിലുള്ള അന്വേഷണം നടന്നു. പോലീസുകാർ വളരെ എനർജറ്റിക് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ അന്വേഷിക്കുകയുണ്ടായി. പക്ഷേ ഇതിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യം, ഈ 47 മിനിറ്റ് നീണ്ടു നിന്ന കോള് കട്ടായതിനു ശേഷം ബ്രാൻഡൻ എവിടേക്ക് പോയി, എന്ത് സംഭവിച്ചു, എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? ഒരു തെളിവുമില്ല, ഒരു തുമ്പ് പോലും കിട്ടിയില്ല. സോ പോലീസ് ആദ്യം ചെയ്ത കാര്യം, അവർ ഈ സറൗണ്ടിങ്സും കാര്യങ്ങളെല്ലാം പരിശോധിച്ചു. പക്ഷേ ഒരു രീതിയിൽ ഒരു തുമ്പും കണ്ടെത്താനായിട്ടില്ല. പക്ഷെ അവിടെ തന്നെ ഉണ്ട് ഒരു മിസ്റ്ററി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് താൻ എന്നാണ് ബ്രാൻഡൻ തൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. ലിൻഡ് എന്ന് പറയുന്ന സ്ഥലം ഏകദേശം അതിനോട് ചുറ്റിപ്പറ്റിയാണ് ഞാൻ ആ ഇന്ന വഴിയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ബ്രാൻഡൻ പറഞ്ഞത്. എന്നാൽ ലിൻഡിൻ്റെ അവിടുന്ന് മൈൽസിനപ്പുറം, പോർട്ടർ എന്നൊക്കെ പറയുന്ന സ്ഥലത്തിന് ഏകദേശം അടുത്തായിട്ട് ലിൻഡിൽ നിന്ന് ഒരുപാട് മൈലുകൾക്കപ്പുറമാണ് ബ്രാൻഡൻ്റെ കാറ് കണ്ടെത്തിയത്. അതായത് ബ്രാൻഡൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ബ്രാൻഡൻ്റെ കാറ് കണ്ടെത്തിയ സ്ഥലത്തായിരിക്കണമല്ലോ ബ്രാൻഡൻ ആക്സിഡന്റ് ആയത്. എന്നാൽ അവിടുന്ന് മൈലുകൾക്കപ്പുറമുള്ള ഒരു സ്ഥലത്താണ് താനെന്നാണ് ബ്രാൻഡൻ തൻ്റെ പാരൻസിൻ്റെ അടുത്തോട്ട് പറഞ്ഞത്. സോ സ്ഥലകാലബോധം നഷ്ടപ്പെടുന്ന രീതിയിൽ ബ്രാൻഡന് എന്ത് സംഭവിച്ചിരിക്കുക? നമ്മൾ ചിന്തിക്കാം, ഒന്നെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ലഹരിയിലോ ഡ്രഗ്സിൻ്റെ ലഹരിയിലോ സ്ഥലകാലബോധം നഷ്ടപ്പെട്ട രീതിയിലായിരുന്നിരിക്കാം ബ്രാൻഡൻ. അതുകൊണ്ടായിരിക്കാം ബ്രാൻഡൻ്റെ കാർ ആക്സിഡന്റിൽ പെട്ടതുപോലും. നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാം. എനിവേ, ബ്രാൻഡൻ പറഞ്ഞ സ്ഥലവും കാറ് കണ്ടെത്തിയ സ്ഥലവും രണ്ടാണ്. സ്റ്റോറി മാച്ച് ആകുന്നില്ല. പിന്നെ ഇതിനെ സ്പെക്കുലേറ്റ് ചെയ്ത് പല രീതിയിലുള്ള സ്റ്റോറികൾ പരക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് അതിലേക്ക് വരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു മിസ്റ്ററി എന്ന് പറയുന്നത്, ബ്രാൻഡന്റെ കാറ് കണ്ടെത്തിയ സ്ഥലവും ബ്രാൻഡൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ താൻ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലവും തമ്മിലുള്ള പൊരുത്തക്കേടാണ്. രണ്ടാമത്തെ കാര്യം, പോലീസ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം സെർച്ച് ഡോഗ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ദീർഘമായിട്ടുള്ള ഒരു സെർച്ച് നടത്തുകയുണ്ടായി. ബ്രാൻഡന്റെ സെന്റ് മണം ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ആ ട്രെയിലിനെ ഫോളോ ചെയ്തുകൊണ്ട് സെർച്ച് ഡോഗ്സ് ദീർഘമായ ദൂരം സഞ്ചരിക്കുകയുണ്ടായി. സോ ഈ സെർച്ച് ഡോഗ്സിന്റെ സഞ്ചാരം ചെന്ന് നിന്നത് അവിടുത്തെ ഒരു നദിയിലാണ്. ഒരു യെല്ലോ റിവർ എന്നറിയപ്പെടുന്ന ഒരു നദിയുടെ തീരത്താണ് ഈ സെർച്ച് ഡോഗ്സ് നിന്നത്. അതിനുശേഷം ബ്രാൻഡന്റെ സെന്റ് മണവോ കാര്യങ്ങളൊന്നുമില്ല, കാരണം ഫ്രണ്ടിൽ നദിയാണ്. അവിടെ വരെ ഇതെത്തി നിന്നു. ആ സെന്റ് അവസാനിച്ചു. സോ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ വീണ്ടും അടുത്തൊരു തിയറിയിലേക്ക് ആൾക്കാർ എത്തുകയാണ്. ബ്രാൻഡൻ ഒഴുകി പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ ആ തിയറിയും സാധൂകരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുകൾ കണ്ടെത്താനായില്ല. പ്രധാനപ്പെട്ട ഒരു വേണ്ട ഒരു തെളിവെന്ന് പറയുന്നത് ബ്രാൻഡന്റെ അവശിഷ്ടം കിട്ടണം. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ബോഡി കിട്ടണം, അല്ലെങ്കിൽ റിമെയിൻസിന്റെ ബാക്കിയായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡ്രസ്സോ ഒരു കഷ്ണമെങ്കിലും കിട്ടണ്ടേ. ഒന്നും കിട്ടിയിട്ടില്ല. ആ റിവർ അരിച്ചു പിറക്കി തപ്പിയിട്ടും അതിനോടനുബന്ധമായ പല ഏരിയകളും പോലീസ് സെർച്ച് ചെയ്തിട്ടും അവർക്ക് അങ്ങനെ ഒരു തെളിവ് കിട്ടിയില്ല, നേടാൻ സാധിച്ചില്ല. അതുകൊണ്ട് ആ തിയറിയും ഇപ്പോഴും കയ്യാലപ്പുറത്തെ തേങ്ങയായിട്ട് ഒരു മൂലക്കിരിക്കുകയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ തിയറി, അതിനാണ് കൂടുതൽ സാധ്യത.